താലി ഭാഗം 24. രചനാ സംഭാഷണം രുദ്രപ്രിയ. അമ്മ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ഹരിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അതേടാ, എനിക്ക് ഭ്രാന്താണ് ഇതൊക്കെ കണ്ടിട്ട്. ഇവൾക്കെന്താ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിന്നാൽ? ഇവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ ഇവൾക്ക് കാത്തിരിക്കാൻ. പിന്നെന്താ? ഭവാനി അമ്മ പൊട്ടിത്തെറിച്ചു. അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും മനുഷ്യപ്പറ്റില്ലാതെ സംസാരിക്കാൻ കഴിയുന്നു? അമ്മയും ഈ അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ളതല്ലേ? ഏട്ടത്തിയുടെ ഈ അവസ്ഥ മറ്റാരെക്കാളും മനസ്സിലാക്കേണ്ടത് അമ്മയല്ലേ? അമ്മ തന്നെ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. ഹരിയും ആരോടൊന്നില്ലാതെ പൊട്ടിത്തെറിച്ചു. ഹരി, മതി നിർത്ത്. അവൾക്ക് വേണ്ടി പക്ഷം പിടിച്ച് സംസാരിക്കാൻ ഇവിടെ ആരുടെയും ആവശ്യമില്ല. അതിനുണ്ടായിരുന്ന ഒരുത്തൻ പോയി. എല്ലാം കേട്ടുകൊണ്ട് ചുമരിൽ ചാരി ദേവി അവിടെ തന്നെ നിന്നു. ഭവാനി, ഇതല്പം കൂടുതലായി പോയി. ഒന്നുമില്ലെങ്കിലും നിന്റെ മകനല്ലേ, അതെങ്കിലും നീ ഓർക്കണ്ടേ? അവൻ മരിച്ചിട്ട് 6 മാസമേ ആയുള്ളൂ. നിന്റെ മകൻ നഷ്ടപ്പെട്ടു. പക്ഷെ ദേവിക്കോ? അവളുടെ താടിയുടെ അവകാശിയെയും നൊന്തുപെറ്റ കുഞ്ഞിനെയും അവൾക്ക് നഷ്ടമായി. അപ്പോൾ അവളുടെ സങ്കടം തന്നെയാണ് നിന്റെ സങ്കടത്തിന് മുകളിൽ. ഒരു മനുഷ്യജീവി എന്ന പരിഗണന അതെങ്കിലും നിനക്ക് കാണിച്ചുകൂടെ? എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ. അത് സഹിച്ചിവിടെ നിൽക്കാൻ കഴിയാമെന്നുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. ഞാൻ ഒരു ശനും വരില്ലമ്മ. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതിരുന്നാൽ മാത്രം മതി. കാറ്റുപോലെ ദേവി ഓടി വന്ന ഭവാനിയമ്മയുടെ കാൽക്കൽ വീണു. എൻ്റെ ദേവേട്ടനും അമ്പുമോൻ്റെയും ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാതിരുന്നാൽ മാത്രം മതി. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഒരു വേലക്കാരിയെപ്പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാം. അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് ദേവി പൊട്ടിക്കരഞ്ഞു. ഭവാനിയമ്മയുടെ ഉള്ളൊന്ന് കാളി. എത്ര ശ്രമിച്ചിട്ടും തടഞ്ഞു നിർത്താൻ കഴിയാതെ 2 തുള്ളി കണ്ണുനീർ ദേവിയുടെ മുഖത്തേക്ക് വീണ് ചിതറി. ഭവാനിയമ്മ വെട്ടിത്തിരിഞ്ഞ് മുറിക്കുള്ളിലേക്ക് പോയി. ഏട്ടത്തി, അമ്മ ഓടി വന്ന് ദേവിയെ നിലത്തു നിന്നും വാരിയെടുത്ത് മടിയിൽ ചേർത്തു. എൻ്റെ പൊന്നേട്ടത്തി, എനിക്ക് സഹിക്കുന്നില്ല. ഇങ്ങനെ കരയല്ലേ. ഹരിക്കും അമ്മാവനും ഒന്നും ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ദേവേട്ടാ, എന്തിനാ എന്നെ വിട്ടുപോയേ? പോയപ്പോൾ മോനെ കൂടെ കൂട്ടി. ദേവിയെ മറന്നുപോയോ? ഈ സങ്കടം മുഴുവൻ എനിക്കായി എന്തിനാ ദേവേട്ടാ മാറ്റിവെച്ചത്? ഒരു നിമിഷമെങ്കിലും എന്നെ ഓർക്കാമായിരുന്നില്ലേ? ദേവേട്ടനും മോനും ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നറിയില്ലേ? ദേവേട്ടൻ്റെയും അമ്മുമോൻ്റെയും മുഖത്തുകൂടി വിരലുകൾ ഓടിച്ചു. ദേവേട്ടനില്ലാതെ കഴിഞ്ഞ 6 മാസങ്ങൾ കടന്നുപോയി. എന്നെ കൂടെ കൂട്ടുമോ ദേവേട്ട? അമ്പുട്ടൻ്റെ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടപ്പോൾ ദേവിയുടെ ഇടനെഞ്ച് തരിച്ചു പൊട്ടിപ്പോയി. അവളുടെ മാറ് അറിയാതെ ചുരന്നു. ബ്ലൗസ് നനഞ്ഞ് പാലൊഴുകി. മരണം കഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആയപ്പോൾ ആരൊക്കെയോ പറയുന്നത് കേട്ടു, പിച്ചിപ്പൂ വാങ്ങി ബ്ലൗസിനുള്ളിൽ ചേർത്ത് വെച്ച് കെട്ടിയാൽ മതിയെന്ന്. അപ്പോൾ പാൽ ചുരത്തുന്നത് നിൽക്കുമെന്ന്. പക്ഷേ ദേവി അത് ചെയ്യാൻ തയ്യാറായില്ല. ദേവി പിന്നെയും മുറിക്കുള്ളിൽ തന്നെ സമയം ചെലവഴിച്ചു തുടങ്ങി. ഇപ്പോൾ അവൾ ആരുമായും ഒന്നും സംസാരിക്കുക പോലുമില്ല. അമ്മുവിന് എക്സാം തുടങ്ങിയ തിരക്ക്. ഹരിക്കാണെങ്കിൽ ഓഫീസിൽ അത്യാവശ്യ ഓഡിറ്റിങ്ങും. അമ്മാവൻ റെഗുലർ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലും പോയിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭവാനിയമ്മയ്ക്ക് ആകെപ്പാടെ ക്ഷീണവും പരവേശവും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അല്പനേരം കൂടി കിടന്നു. പക്ഷേ വല്ലാത്ത ദാഹം തോന്നിയപ്പോൾ പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. തൊണ്ട ഉണങ്ങി. പക്ഷേ ശരീരത്തിന് ബലമില്ല. അതുകൊണ്ട് തന്നെ അവർ ദേവിയെ വിളിച്ചു. ദേവൻ്റെ ഫോട്ടോയും നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവി. അതുകൊണ്ട് തന്നെ ഭവാനിയമ്മ വിളിച്ചത് അവൾ കേട്ടില്ല. അവളുടെ ചിന്ത മുഴുവനും പാറിപ്പറന്ന് നടക്കുകയായിരുന്നു അവളുടെ ദേവേട്ടനും അമ്പുമോനോടുമൊപ്പം. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ ഹരിയും അമ്മുവും എത്തി. ഇപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ അവസ്ഥ. ആരെങ്കിലും വന്ന് കയറിയാൽ പോലും അറിയില്ല. ആദ്യമേ തന്നെ അമ്മാവനെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അമ്മയുടെ മുറിയിലേക്ക് പോയി. എന്നാൽ അമ്മയെ അവിടെ കാണാത്തത് കൊണ്ട് അന്വേഷിക്കുമ്പോഴാണ് അടുക്കളപ്പുറത്ത് അമ്മ വീണ് കിടക്കുന്നു. ഹരിയും അമ്മുവും കൂടി ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ചുറ്റും രക്തം തളം കെട്ടി കിടക്കുന്നു. വീഴ്ചയിൽ തല അടുത്തുള്ള ഉരലിലടിച്ചത് കാരണം പൊട്ടി ചോര വാർന്നിരിക്കുന്നു. അമ്മയെ വലിച്ചു തൂക്കി എടുത്തുകൊണ്ട് 2 പേരും കാറിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലെത്തിയ പാടെ ICUവിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം BP ലോയായി തലകറങ്ങി വീണതാണെന്ന് പറഞ്ഞു. വീഴ്ചയിൽ തലക്കേറ്റ മുറിവ് കൃത്യസമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഒരു 2 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടന്നതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഹരിയും അമ്മവും ഹോസ്പിറ്റലിൽ നിന്നെത്തിയതൊന്നും ദേവി അറിഞ്ഞിരുന്നില്ല. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ നേരത്തും ദേവിയെ കാണാത്തത് കൊണ്ടാണ് ഹരി അന്വേഷിച്ച് റൂമിലേക്ക് ചെന്നത്. ഏട്ടത്തി, ഏട്ടത്തി, 1-2 തവണ അവൻ വിളിച്ചു. ഏട്ടത്തി ഭക്ഷണം കഴിക്കുന്നില്ലേ? ദേഷ്യം കൊണ്ട് ഹരിയുടെ ഒച്ച ഉറച്ചുപോയി.
എന്നിട്ടും ദേവിയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഹരിക്ക് ദേഷ്യം വന്ന് അവൻ അകത്തേക്ക് ചെന്ന് ദേവിയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ പിടിച്ചു വാങ്ങി. ദേവി അത് കണ്ട് ഞെട്ടിപ്പോയി. ദേവി കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി ഹരിയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് പിടിച്ചു. ഏട്ടത്തി സ്വയം ഇങ്ങനെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഏട്ടത്തിയുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്നെങ്കിലും അറിയുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെങ്കിലും അറിയുന്നോ? അവൾ ഒന്നും അറിയില്ല എന്ന മട്ടിൽ തലയാട്ടി. ഹരി ദേഷ്യത്തിൽ ദേവിയുടെ കൈപിടിച്ച് അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ദേവി അപ്പോഴാണ് ഭവാനി അമ്മയുടെ നെറ്റിയിലെ വലിയ ചുറ്റിക്കെട്ടും മറ്റും കാണുന്നത്. നോക്ക്, കണ്ണു തുറന്നു നോക്ക്. ഇന്ന് ഏട്ടത്തി വീട്ടിലുണ്ടായിരുന്നിട്ടും അമ്മ വീണ് തല പൊട്ടിക്കിടന്നിട്ടും ഏട്ടത്തി അറിഞ്ഞില്ല. ഏതു നേരവും ഏട്ടൻ്റെ ഈ ഫോട്ടോ നോക്കിയിരുന്നാൽ ഏട്ടത്തിയുടെ മുന്നിൽ ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. ഈ റൂമിനുള്ളിൽ മാത്രം അടഞ്ഞിരുന്നാൽ പോരാ. അതുകൊണ്ട് ഈ വീട്ടിലെ ഏട്ടത്തിയുടെ അവസാനത്തെ രാത്രിയാണിന്ന്. ഈ വീട്ടിൽ നിന്ന് ഏട്ടത്തിക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതും എടുത്തുകൊണ്ട് അച്ഛനും അമ്മയും അവിടെയുണ്ട്. അവർക്ക് അവസാന നാളുകളിൽ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സന്തോഷം കൊടുക്ക്. ഇതെൻ്റെ തീരുമാനമാണ്. ഏട്ടൻ ഇപ്പോൾ ഇതുതന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. ഹരി പറഞ്ഞ ഓരോ വാക്കുകളും ദേവിയുടെ ഹൃദയത്തെ തുളയ്ക്കുന്നതായിരുന്നു. ഏട്ടത്തിക്കൊരു ജീവിതം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും. അതും കൂടി ഞങ്ങൾക്ക് കാണാനാവില്ല. പറഞ്ഞുകൊണ്ട് ഹരി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നാളെ രാവിലെ നമ്മൾ ഏട്ടത്തിയുടെ വീട്ടിൽ പോകും. ഇന്നിപ്പോൾ സുഖമായി ഏട്ടത്തി പോയി കിടന്നുറങ്ങിക്കോ. ഹരി പറഞ്ഞ വാക്കുകൾ ദേവിയുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ ദേവേട്ടനെയും അമ്പുമോനെയും വിട്ട് നാളെ ഈ വീട്ടിൻ്റെ പടിയിറങ്ങണമെന്ന്. തന്നെ കൊണ്ട് അതിന് സാധിക്കുമോ? ദേവേട്ടൻ്റെ കൈയും പിടിച്ച് വലതുകാൽ വെച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതും പിന്നീടുള്ള അവരുടെ ജീവിതവും ദേവി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴുള്ള സന്തോഷവും അമ്പൂട്ടൻ ഉണ്ടായതും അങ്ങനെ ഓരോരോ കാര്യങ്ങളും അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ഈ വീട്ടിൽ നിന്നും പോയാൽ തൻ്റെ ശ്വാസം നിലച്ചതുപോലെ ആകില്ലേ? തൻ്റെ ജീവനും ജീവശ്വാസവും എല്ലാം ഇവിടെയല്ലേ? ഈ വീട് വിട്ട് കഴിഞ്ഞാൽ തനിക്കൊരു ജീവിതമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെയാണ് എൻ്റെ സന്തോഷം. ഇവിടെയാണ് എൻ്റെ വേണ്ടപ്പെട്ടവർ. ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ദേവി ബെഡിലേക്ക് കിടന്നു. രാവിലെ പതിവ് പോലെ അമ്മ എഴുന്നേറ്റ് അടുക്കളയിൽ ചെല്ലുമ്പോൾ ദേവി നിൽക്കുന്നു. കുളിച്ച് ഈറൻതുമ്പ് കെട്ടിയിട്ടുണ്ട്. ദേവേട്ടൻ്റെ മരണശേഷം ഏട്ടത്തി ഏത് സമയവും റൂമടച്ചിരിപ്പായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കിച്ചണിൽ കയറുന്നത്. ചായ ഫ്ലാസ്കുമായി തിരിയുമ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ടത്. അമ്മുവിന് ചായ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഡൈനിങ്ങിൽ കൊണ്ടുപോയി അടച്ചു വെച്ചു. ഹരി എഴുന്നേറ്റ് വരുമ്പോഴും നാളുകൾക്ക് ശേഷം ഏട്ടത്തി വീട്ടിൽ പെരുമാറുന്നതിൻ്റെ എല്ലാ മാറ്റങ്ങളും കണ്ടു തുടങ്ങി. ഞാൻ ഇന്നലെയെങ്കിൽ അത് വേണ്ട. ഇന്നലെ മാഷച്ചൻ എന്നെ കാണാൻ വന്നിരുന്നു. ദേവേട്ടൻ മരിച്ചിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. ഏട്ടത്തി ഇപ്പോഴും ഈ നില തുടരുകയാണെങ്കിൽ അത് പറ്റില്ല. ഏട്ടത്തിയുടെ മുന്നിൽ ഇനിയും ഒരു ജീവിതം ബാക്കിയുണ്ട്. കഴിഞ്ഞ 1 മാസമായി ഏട്ടത്തിയുടെ അമ്മ ഹോസ്പിറ്റലിലാണ്. ഞാനും അമ്മുവും എത്രയോ തവണ ഏട്ടത്തിയോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഏട്ടത്തി അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. എത്രയായാലും അച്ഛനും അമ്മയും അവർക്കത് സഹിക്കാൻ പറ്റുമോ? ഹരി, ഞാനിതൊന്നും അറിഞ്ഞില്ല. ദേവി നിന്നു വിതുമ്പി. അറിഞ്ഞില്ലെന്നല്ല, ഏട്ടത്തിയുടെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ. മനസ്സ് മറ്റെവിടെയോ ആണ്. അങ്ങനെ ആകരുത്. ഏട്ടത്തിയുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഏട്ടത്തി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. മാത്രമല്ല അമ്മുവിൻ്റെ വിവാഹക്കാര്യം അറിയാമല്ലോ. അത് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. അവർ കുറച്ചുപേര് ഇവിടെ വന്ന് ബാക്കി ചടങ്ങുകൾ ചെയ്യും. ഏട്ടൻ്റെ 1 വർഷം കഴിഞ്ഞതിന് ശേഷമേ വിവാഹമുണ്ടാകൂ. അവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഏട്ടത്തി ഞങ്ങൾക്കൊരു ഭാരമാകുമോ എന്ന്. ഹരി, നീ എന്തൊക്കെയായി പറയുന്നതെന്ന് ബോധമുണ്ടോ? അതുവരെ മിണ്ടാതിരുന്ന അമ്മാവൻ ഹരിയുടെ നേരെ ചീറി. ദേവൻ മരിച്ചു എന്ന് പറഞ്ഞ് എന്തും പറയാമെന്നായോ? അവൾ നിന്റെ ഏട്ടത്തിയാണ്, നിന്റെ അമ്മയുടെ സ്ഥാനം. അതൊക്കെ എനിക്കും അറിയാം അമ്മാവാ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നതേ നടക്കൂ. ഏട്ടത്തി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാകുമ്പോൾ ഏട്ടത്തി ആരുടെയും മുന്നിൽ ചോദ്യചിഹ്നമാകാൻ പാടില്ല. അതെൻ്റെ ദേവേട്ടൻ സഹിക്കില്ല. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകുന്നു. ഉച്ച കഴിയുമ്പോൾ ഞാൻ തിരികെ വരും. അപ്പോൾ ഏട്ടത്തി റെഡിയായി നിൽക്കണം. ഈ വീട്ടിൽ നിന്ന് ഏട്ടത്തിക്ക് എന്ത് സാധനവും കൊണ്ടുപോകാം. അതിനാരും എതിർപ്പ് പറയില്ല. നിറഞ്ഞു വന്ന കണ്ണുകളെ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ ഹരി ബൈക്കിൻ്റെ ചാവിയും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ്റെ ബൈക്ക് മുറ്റം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഹരിയേട്ടൻ പറഞ്ഞിട്ട് പോയതൊക്കെ അമ്മയും കേട്ടതല്ലേ? അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ലേ? ഭർത്താവും മകനും മരിച്ചു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഏട്ടത്തിയെ വീട്ടിൽ നിന്നും ഇറക്കി വിടണമോ? എന്നെ കല്യാണം കഴിച്ച് ഇവിടുന്ന് കൊണ്ടുപോവുകയല്ലേ, അല്ലാതെ ഇവിടെ നിർത്തിയിരിക്കുകയൊന്നുമല്ലല്ലോ.
പിന്നെ എന്തിനാണ് അവർ ഇവിടെയുള്ള ഏട്ടത്തിയുടെ കാര്യം അറിയുന്നത്? അങ്ങനെ ഏട്ടത്തിയെ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചാലേ പറ്റൂ എന്നാണെങ്കിൽ ആ വിവാഹം എനിക്ക് വേണ്ട. അമ്മുവിൻ്റെ ശബ്ദം ഉയർന്നു. അസത്തെ, കയറിപ്പൊയ്ക്കോ. നിന്നോടിപ്പോൾ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഭർത്താവ് മരിച്ചാൽ ഏതൊരു പെണ്ണും ആ വീടിൻ്റെ ബാധ്യതയാണ്. അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ആ വീടിൻ്റെ ബാധ്യതയായിരുന്നോ? പെട്ടെന്നായിരുന്നു അമ്മുവിൻ്റെ ആ ചോദ്യം. ആയിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യത തന്നെ ആയിരുന്നു. മാത്രവുമല്ല 3 കുഞ്ഞുങ്ങളും. പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അന്ന് ഞാൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ 2 പേരുടെയും കാര്യം നോക്കിയേ മതിയാകൂ. സ്വന്തമായി വീടുണ്ടെന്നല്ലാതെ സാമ്പത്തികമായ ഒരുപാട് ഭദ്രതയൊന്നും ഇവിടെ ഇല്ല. ദേവൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഹരിയും ദേവനും കൂടിയാണ് നോക്കിയത്. ഇപ്പോൾ ചുമതല മുഴുവനും ഹരിയുടെ ചുമലിലാണ്. അപ്പോൾ അതിനിടയിലേക്ക് ബാധ്യതയായി ഇവളെ കൂടി ഇവിടെ നിർത്താൻ പറ്റില്ല. വേണ്ടമ്മേ, ഇനിയും ഒന്നും പറയണ്ട. ആർക്കും ബാധ്യതയായി ഞാനിവിടെ നിൽക്കില്ല. പൊയ്ക്കോളാം. ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ കഴിയാൻ എന്നെ അനുവദിക്കണം. കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് ഭവാനിയമ്മയുടെ മുന്നിൽ ദേവി നിന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതല്പം ക്രൂരമായി പോയി ഭവാനി. അമ്മാവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. വേച്ച് ദേവി അവളുടെ മുറിയിലേക്ക് എത്തി. ദേവേട്ടാ, എൻ്റെ പൊന്നു ദേവേട്ടാ, എന്നെ കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ? എൻ്റെ മോനെയെങ്കിലും എനിക്ക് തന്നൂടായിരുന്നോ? അവൾ ചുമരിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. ഏറെ നേരത്തെ കരച്ചിലിനൊടുവിൽ ദേവിക്കൽപ്പം ആശ്വാസം കിട്ടി. അവൾ നിലത്തു നിന്നും എഴുന്നേറ്റ് ബെഡിലിരുന്നു. അവരുടെ വിവാഹ ഫോട്ടോ കയ്യിലെടുത്തു. ദേവൻ്റെ മാറിൽ പറ്റിച്ചേർന്ന് 2 പേരും പരസ്പരം മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഫോട്ടോ. ദേവേട്ടാ, ഞാൻ പോകുന്നു. ഇവിടെ നിന്നും ഇറങ്ങണമെന്നാണ് ഹരി പറഞ്ഞത്. ആർക്കും ഒരിക്കലും ഭാരമാകരുതെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പ്രാർത്ഥനകളൊന്നും ഈശ്വരൻ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ കാരണം ഹരിക്കും അമ്മുവിനും നല്ലൊരു ജീവിതം ഉണ്ടാകാതിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദേവേട്ടൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. ദേവേട്ടൻ്റെ കയ്യും പിടിച്ച് കയറി വന്ന ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങി പോവുകയാണ് ദേവി, ആരോരുമില്ലാതെ. ദേവൻ്റെയും അമ്പൂട്ടൻ്റെയും ഫോട്ടോ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതും മുഖത്തേക്ക് ഉയർത്തി മതിവരുവോളം ചുംബിച്ചു. ബെഡിനടിയിൽ നിന്നും പഴയ ഒരു ബാഗ് പുറത്തേക്കെടുത്തു. അമ്പൂട്ടൻ്റെയും ദേവേട്ടൻ്റെയും കുറച്ച് ഡ്രസ്സും അവളുടെ കുറച്ച് ഡ്രസ്സും ആഭരണങ്ങൾ അടങ്ങിയ ബോക്സ് എല്ലാം എടുത്തു വെച്ചു. ബാത്റൂമിൽ പോയി മുഖത്ത് വെള്ളം ചീറ്റിയടിച്ചു. ടവലെടുത്ത് അമർത്തി തുടച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു വീർത്ത കൺപോളകളും ചുണ്ടും മൂക്കിൻ തുമ്പും ചുവന്നിരിക്കുന്നു. ഒഴിഞ്ഞ നെറ്റിയും സിന്ദൂര ചുവപ്പ് മാഞ്ഞ സീമന്തിരേഖയും ഒഴിഞ്ഞ കഴുത്തും. ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല. ആ മുറിയാകെ ഒരിക്കൽ കൂടി നോക്കി. പരസ്പരം പ്രണയിച്ചതും പങ്കിട്ടതും സ്വപ്നം കണ്ടതുമൊക്കെ അമ്പൂട്ടൻ്റെ കളിപ്പാട്ടത്തിൽ അവന് പ്രിയപ്പെട്ട ചിലത് കൂടി എടുത്ത് ബാഗിൽ വെച്ചു. കട്ടിലിൽ വീണ് ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു. ഒരുപാട് നേരം അങ്ങനെ കിടന്നു. ഇറങ്ങാൻ പോകുന്നുവെന്ന് ശരീരം പറയുന്നുണ്ടെങ്കിലും മനസ്സ് വീണ്ടു കീറുകയാണ്. ബൈക്കിൻ്റെ ഒച്ച കേട്ടതും ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഇനിയും അവിടെ നിന്നാൽ അവൾ ബാഗുമെടുത്ത് ഹാളിലേക്ക് വന്നു. അമ്മ ചാരുകസേരയിൽ ചാരി കിടക്കുവാണ്. അമ്മാവൻ സോഫയിൽ ഇരിപ്പുണ്ട്. ഹരി വന്നതേ ഉള്ളൂ. ഹരിയുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അമ്മു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ബാഗ് നിലത്ത് വെച്ച് ദേവി ഭവാനിയമ്മയുടെ കാൽക്കീഴിലിരുന്നു. ആ പാദം തൊട്ട് കണ്ണിൽ വെച്ച് അവളുടെ കണ്ണുനീർ അവരുടെ കാൽക്കൽ വീണ് ചിതറി. അവർ ഞെട്ടിക്കാലുകൾ പിന്നിലേക്ക് വലിച്ചു നോക്കുമ്പോൾ മുന്നിൽ ദേവി. ഞാൻ പോവാണമ്മേ. ഇനി ആർക്കും ഭാരമാവില്ല. എന്നും എല്ലാവരെയും സ്നേഹിച്ചേട്ടേ ഉള്ളൂ. ദേവേട്ടൻ്റെ ഒപ്പം ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. ആ സ്നേഹം ആവോളം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇത്രയും പെട്ടെന്ന് എൻ്റെ ദേവേട്ടനെയും മോനെയും എന്നിൽ നിന്നും വിധി തട്ടിയെടുക്കുമെന്ന് കരുതിയില്ല. ഞാൻ കാരണം ഈ വീട്ടിൽ ആരുടെയും മനസ്സമാധാനം ഇല്ലാതാകേണ്ട. ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. എൻ്റെ ദേവേട്ടൻ്റെയും അമ്പുമോൻ്റെയും കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസും. അവൾ ബാഗിൽ നിന്നും ആഭരണപ്പെട്ടി വലിച്ചെടുത്തു. അത് തുറന്നു. അമ്മുവിൻ്റെ കൈകളിൽ അത് വെച്ചു കൊടുത്തു. ഇതെല്ലാം ഏട്ടത്തിയുടെ ആഭരണങ്ങളാണ്. ഇനി ഇതൊന്നും എനിക്ക് വേണ്ട. ഇതെല്ലാം മോൾക്കുള്ളതാണ്. നിന്റെ വിവാഹം ദേവേട്ടൻ്റെ സ്വപ്നമായിരുന്നു. എപ്പോഴും പറയും നമുക്ക് 3 മക്കളാണെന്ന്. ഹരിയും അമ്മുവും അമ്പൂട്ടനും. ഏട്ടത്തി നിങ്ങളെ 2 പേരെയും അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. ഞാൻ കാരണം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ദേവേട്ടൻ്റെ ആത്മാവ് പോലും എന്നോട് ക്ഷമിക്കില്ല. അവൾ ആഭരണപ്പെട്ടിയിൽ നിന്നും ഒരു ചെയിൻ പുറത്തേക്കെടുത്ത് അത് ഹരിയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. ഇതെൻ്റെ ദേവേട്ടൻ്റെയാണ്. ഇനി ഇത് നിനക്കുള്ളതാണ് ഹരി. ഇത് കഴുത്തിൽ തന്നെ ഇട്ടേക്കണം. ഏട്ടൻ കൂടെ കാണും. ആഭരണപ്പെട്ടിയിൽ നിന്നും ചെറിയൊരു ബോക്സ് കയ്യിലെടുത്തു. അതിൽ നിന്നും അമ്പൂട്ടൻ്റെ അരഞ്ഞാണവും തളയും ദേവൻ്റെ വിവാഹമോതിരവും എടുത്തു. ഇത് മാത്രം ഏട്ടത്തി എടുക്കുന്നു. മറ്റൊന്നും എനിക്ക് വേണ്ട. അമ്മാമ്മയ്ക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ദേവി അമ്മാവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കൈകൂപ്പി.
ഒന്നും വേണ്ട അമ്മാമ്മയ്ക്ക്, ഈ കണ്ണീർ കാണാൻ വയ്യ. എൻ്റെ പൊന്നുമോനെ ദേവാ, നീ ഇത് കാണുന്നില്ലേ? പ്രാണൻ പറിച്ചുകൊണ്ട് നിന്റെ പെണ്ണ് പോകുന്നത്. ഭവാനിയമ്മ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തെങ്കിലും തെറ്റ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പമ്മേ. ഇനിയും ആർക്കും ശല്യമാവുന്നില്ല, പോകുന്നു. ഏട്ടത്തി, അമ്മു അവളുടെ നെഞ്ചിലേക്ക് വീണു. പോകല്ലേ ഏട്ടത്തി, എൻ്റെ ഏട്ടൻ അത് സഹിക്കില്ല. ഏട്ടത്തിയെ തനിച്ചാക്കിയാൽ. ഇല്ല മോളെ, പോകണം. ഇനി ഇവിടെ എൻ്റെ ആവശ്യമില്ല. ഞാൻ ഇറങ്ങുന്നു. നന്നായി പഠിക്കണം, ഉഴപ്പരുത്, മിടുക്കിയാവണം. ഏട്ടൻ്റെ ആഗ്രഹം പോലെ നല്ല ജോലിയിൽ കയറണം. ബാഗുമായി ദേവി ഇറങ്ങിയതും ഹരി പിന്നാലെ ചെന്നു. ഞാൻ കൊണ്ടുവിടാം ഏട്ടത്തിയെ. ഹരി നിറഞ്ഞ മിഴിയുമായി അവളുടെ അടുത്തേക്ക് വന്നു. വേണ്ട ഹരി, ഞാൻ പൊയ്ക്കോളാം. ഹരി അവളുടെ കാൽക്കൽ വീണു. മാപ്പ് ഏട്ടത്തി, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതിന്. അത്രയും പറഞ്ഞു അവൻ. എൻ്റെ ഏട്ടനെ ഓർത്ത് നിങ്ങളൊരു മുഴുഭ്രാന്തിയായി കഴിയുന്നത് കാണാൻ കെൽപ്പില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. മനസ്സുകൊണ്ട് 100 തവണ അവൻ ദേവിയോട് മാപ്പപേക്ഷിച്ചു. എനിക്ക് നിന്നോട് ഒരു പരിഭവവുമില്ല. അമ്മയ്ക്കും അമ്മുവിനും ഇനി നീ മാത്രമേ ഉള്ളൂ. അത് മറക്കരുത്. ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കിക്കൊള്ളണം. ബാഗുമെടുത്ത് നേരെ ദേവനെയും അമ്പുമോനെയും അടക്കം ചെയ്തിരിക്കുന്നിടത്തേക്ക് പോയി. അവിടെ എത്തിയതും അത്രയും നേരം സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം ഒക്കെയും ചോർന്നുപോയി. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവൾ ആ മണ്ണിലേക്ക് ചാഞ്ഞു. പോകുവാണ് ദേവേട്ട ഞാൻ. എനിക്ക് ആരുമില്ലാതായില്ലേ ദേവേട്ട. ജീവിച്ച് കൊതി തീർന്നില്ല, കണ്ടു മതിയായില്ല എനിക്ക്. എൻ്റെ മോനെയും കൂടെ കൂട്ടിയില്ലേ, ദേവിയെ ഒറ്റയ്ക്കാക്കിയില്ലേ. എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഇറങ്ങുവാണ്. വന്നതുപോലെ ഒന്നും കൊണ്ടുപോകാനില്ല. എൻ്റെ പ്രിയപ്പെട്ടത് എന്നെ വിട്ടു പോയില്ലേ. കരച്ചിലടങ്ങിയതും എഴുന്നേറ്റ് ബാഗ് കയ്യിലെടുക്കുമ്പോൾ ഒരു വേള വീഴാൻ ആഞ്ഞുപോയി. അതുമായി ഉറവ പെട്ടിയ കണ്ണുകൾ തുടയ്ക്കാൻ പോലും മറന്ന് ദേവി ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങിയതും കണ്ടു അവളെ കാത്തു നിൽക്കുന്നവനെ. തുടരും.